ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. 17 മാസം നീണ്ട ജയിൽവാസത്തിന് ശേഷമാണ് ഇപ്പോൾ സിസോദിയയ്ക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് കർശനമായ ജാമ്യ വ്യവസ്ഥകളോടെയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 10 ലക്ഷത്തിന്റെ സ്വന്തം ജാമ്യം, ഇതോടൊപ്പം പാസ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ സമർപ്പിക്കണം, രാജ്യം വിട്ടു പോകും എന്ന് കരുതുന്നില്ല എന്ന് കണക്കാക്കിക്കൊണ്ടാണ് ഈ കോടതി ഇത്തരത്തിലൊരു ജാമ്യം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം എല്ലാ ആഴ്ചയും 2 തവണ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം, സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല. ഇത്തരത്തിൽ കർശനമായ ജാമ്യ വ്യവസ്ഥകളോടെ ആണെങ്കിൽ പോലും ഇത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും ആശ്വസിക്കാനാകുന്ന ഒരു കാര്യമാണ്. കാരണം 17 മാസമായി ഈ കേസിൽ ഉപമുഖ്യമന്ത്രി ആയിരുന്ന മനീഷ് സിസോദിയ ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത്. പലതവണ ജാമ്യം തേടി കോടതിയെ സമീപിച്ചെങ്കിലും ഈ കേസിന്റെ പ്രത്യേക സ്വഭാവം, ഇത് അഴിമതി കേസാണ്, കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് ഇതിനോടൊപ്പമുണ്ട്. ഇത്തരം കേസുകളിൽ ജാമ്യം അനുവദിക്കുന്നത് എളുപ്പമായിരുന്നില്ല. ഇതോടൊപ്പം കേസിന്റെ വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ മനീഷ് സിസോദിയ ശ്രമിക്കുന്നു എന്നൊരു ആരോപണം, എന്നൊരു പരാമർശം വിചാരണ കോടതി ആദ്യം തന്നെ ഈ കേസ് പരിഗണിച്ചപ്പോൾ ജാമ്യ നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പറഞ്ഞിരുന്നു. അത് ഹൈക്കോടതിയും ശരിവെച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ജാമ്യം എന്നത് സിസോദിയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങളിൽ ഒരു ആനുകൂല്യം സിസോദിക്ക് ലഭിച്ചത് 3ാം തവണ ജാമ്യം തേടി കോടതിയെ സമീപിക്കുമ്പോൾ കഴിഞ്ഞ ഒക്ടോബർ 30 ഒരു പ്രതീക്ഷയുണ്ടായി. 6 മാസത്തിനകം ഈ കേസിന്റെ വിചാരണ നടപടികളിലേക്ക് കടന്നില്ലെങ്കിൽ വീണ്ടും സിസോദിയയ്ക്ക് കോടതിയെ സമീപിക്കാം എന്നൊരു ലൂപ്പ് ഹോൾ അന്ന് കോടതി വെച്ചിരുന്നു. അതിൽ പ്രകാരമാണ് മെയ്യിൽ വീണ്ടും കോടതിയെ സമീപിക്കുന്നത്. അന്ന് സുപ്രീം കോടതി കർശനമായ വിമർശനമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ, അന്വേഷണ ഏജൻസികൾക്കെതിരെ വെച്ചത്. ഇത്ര കാലമായിട്ടും ഈ ഒരു കേസിൽ നിങ്ങൾക്ക് വിചാരണ തുടങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്താണ് കരുതുന്നത്? ഈ കേസിൽ 493 സാക്ഷികളുണ്ട്. ഇത്രയും സാക്ഷികളെ വെച്ച് ഈ കേസിന്റെ വിചാരണ എപ്പോൾ തീർക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? തുടങ്ങി വിചാരണ തുടങ്ങാത്തതിൽ അന്വേഷണ ഏജൻസികൾക്ക് നേരെ വലിയ വിമർശനം കോടതി ഉന്നയിച്ചിരുന്നു. അതിന്റെ ബാക്കിയായാണ് ഇതിങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനാകില്ല എന്ന് കാണിച്ചുകൊണ്ട് ഇപ്പോൾ മനീഷ് സിസോദിയയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കേസിന്റെ വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ സിസോദിയ ശ്രമിച്ചു, അല്ലെങ്കിൽ സിസോദിയ തുടരെ സാക്ഷികളെയും പുതിയ രേഖകളും ഒക്കെ ഹാജരാക്കിക്കൊണ്ട് ശ്രമിക്കുകയാണെന്ന വിചാരണ കോടതിയുടെ പരാമർശത്തെ പിന്നീട് അത് ഹൈക്കോടതി ശരിവച്ചിരുന്നു. ആ പരാമർശം തള്ളിക്കൊണ്ടാണ് ഈ ഒരു കേസിൽ എത്ര കാലം നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചുകൊണ്ട് സുപ്രീം കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. മറ്റൊരു സുപ്രധാനമായ ആവശ്യം ഈ കേസിൽ EDയും CBIയും ഉന്നയിച്ചിരുന്നു. അത് ഭരണകാര്യങ്ങളിൽ ഒരു തരത്തിലും ഇടപെടാൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ കോടതി അത് അംഗീകരിച്ചില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ സെക്രട്ടേറിയറ്റിലേക്കോ സിസോദിയ പോകരുത് എന്നതായിരുന്നു ആവശ്യം. ഏതാണ്ട് കേജ്രിവാളിന്റെ കാര്യത്തിൽ കേജ്രിവാൾ ഭരണകാര്യങ്ങളിൽ ഇടപെടരുതെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നോടിയായി നൽകിയ ജാമ്യത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അന്ന് അത് കോടതി അംഗീകരിച്ചില്ല. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സിസോദിയയുടെ കാര്യത്തിലും അത്തരമൊരു ആവശ്യം കോടതി ശരിവെച്ചിട്ടില്ല. പക്ഷെ അപ്പോഴും കർശനമായ ജാമ്യ വ്യവസ്ഥകളുണ്ട്. 17 മാസമായി ജയിലിൽ തുടരുകയാണ്. അതിനിടയിലും കൃത്യമായി ആഴ്ചയിൽ 2 തവണ വെച്ച് അന്വേഷണ ഏജൻസിയെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്ന നിബന്ധനയോടാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. സിസോദിയയ്ക്ക് പുറമെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഈ കേസിൽ ഇപ്പോഴും തിഹാർ ജയിലിൽ തുടരുകയാണ്. നേരത്തെ ആം ആദ്മി MP സഞ്ജയ് സിംഗും ഈ കേസിൽ അറസ്റ്റിലായിരുന്നു. ഇതോടൊപ്പം കവിത ഇപ്പോഴും ജയിലിൽ തുടരുന്നുണ്ട്. ഈ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് സഞ്ജയ് സിംഗിന് പിന്നാലെ ഇപ്പോൾ സിസോദിയ കൂടി ജാമ്യത്തിൽ പുറത്തേക്ക് വരുന്നത് വലിയ ആശ്വാസമാണ്. നേരത്തെ പറഞ്ഞതുപോലെ 2023 ഫെബ്രുവരി 26 ഈ കേസിൽ CBI ആദ്യം സിസോദിയെ അറസ്റ്റ് ചെയ്യുന്നത്. തൊട്ടു പിന്നാലെ മാർച്ച് 9 EDയും അറസ്റ്റ് രേഖപ്പെടുത്തി. ഈ കേസിൽ പലതവണ കോടതിയെ ജാമ്യം തേടി സമീപിച്ചിരുന്നെങ്കിലും ഡൽഹി മദ്യനയ അഴിമതി കേസിലെ ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ, അല്ലെങ്കിൽ ഈ അഴിമതി നടത്താൻ തീരുമാനിച്ച് അതിനായി ആളുകളെ പ്രേരിപ്പിക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചത് മനീഷ് സിസോദിയാണെന്നാണ് FIRൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ തവണയും സിസോദിയ ജാമ്യം തേടി എത്തുമ്പോൾ ഇത് കാണിച്ചുകൊണ്ട്, ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് സിസോദിയ എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു ജാമ്യം നിഷേധിക്കപ്പെട്ടിരുന്നത്. ആ സാഹചര്യത്തിൽ ഈ കേസിന്റെ വിചാരണ ഇങ്ങനെ അനന്തമായി പോകുന്നു എന്നതിൽ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ട് കിട്ടുന്ന ജാമ്യം സിസോദിയെ സംബന്ധിച്ചും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും വളരെ വളരെ ആശ്വാസകരമാണ്.